എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എൻഡ് ആയാൽ മതി എന്നുള്ളൊക്കെ തോട്ട്സ് ആയിരിക്കും. കാട്ടി എനിക്ക് പലപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ ഈ സൂയിസൈഡ് തോട്ട്സ് ഒക്കെ ഇല്ലേ, നമ്മൾ അതായത് ഒരാളുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാൻ തോന്നുക, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? സൂയിസൈഡൽ ഐഡിയേഷൻ എന്നാണ് കേട്ടോ നമ്മളതിനെ പറയുക. അതായത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഐഡിയാസ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പലപ്പോഴും ആളുകൾ അതിനെ ഭയങ്കര ഷെയിംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വില്ലിങ്നെസ് തോട്ടൊക്കെ ആയിട്ടാണ് കാണുക. സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകളാണ്. ആളുകളൊക്കെ പറയുമല്ലോ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്, എന്തിനാ അങ്ങനെ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൂയിസൈഡൽ ഐഡിയേഷൻ വളരെ ഓട്ടോമാറ്റിക് തോട്ട്സ് ആയിട്ടാണ് പലപ്പോഴും വരിക. നമുക്കൊട്ടും കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ നമുക്കിങ്ങനെ റാൻഡമായിട്ട് ഈ തോട്ട്സ് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവണം എന്നില്ല, ബട്ട് റാദർ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എൻഡ് ആയാൽ മതി എന്നുള്ളൊക്കെ തോട്ട്സ് ആയിരിക്കും. ഹൈലി സെൻസിറ്റീവ് ആണ്, പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആർക്കും ധൈര്യവും കാണത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷെയിം അത്രയുണ്ട്. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു പറയുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്താ, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉപരിയായിട്ടൊരു വ്യക്തി എന്തുകൊണ്ട് മരണത്തെ നോക്കിക്കാണുന്നു, ജീവിതത്തിനേക്കാളും കൂടുതൽ സുഖകരമായിട്ട് എന്തുകൊണ്ട് മരണത്തെ കാണുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേ എപ്പോഴോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കറൻ്റ്ലി അത് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ അത് മറ്റുള്ളവർക്ക് സില്ലി ആണെങ്കിൽ പോലും ആ വ്യക്തിയെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജീവിക്കാനുള്ള എല്ലാ എനർജിയും ആളുടെ അടുത്തുനിന്ന് ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ എനർജിയും അത് എടുത്തു മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്നത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒട്ടും ചോയ്സ് ബേസ്ഡ് ആയിട്ട് വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ സീരിയസ്നെസ് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതും ഉണ്ട്.